ഒരു ഡയറി മിൽക്ക് അടിച്ചേച്ച് ഇങ്ങനെ ഉടയ്ക്കാം. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഓണം പ്രമാണിച്ച് 10 ദിവസം നമ്മൾ 10 വെറൈറ്റി പായസം, പ്രഥമൻ ഇതെല്ലാം ഉണ്ടാക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മത്തൻ. നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഓണം പ്രമാണിച്ച് മത്തൻ ആവശ്യമുണ്ട്. അതിനോടൊപ്പം മത്തൻ കൊണ്ട് വളരെ എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു പായസം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഈ മേടിക്കുന്ന കൂട്ടത്തിലുള്ളതായതുകൊണ്ട് സ്പെഷ്യലായിട്ട് 10 ദിവസത്തേക്ക് ഒരു ദിവസം നിങ്ങൾ ഒന്നും അന്വേഷിച്ച് പുറത്തു പോകേണ്ട, വീട്ടിലുള്ള സാധനം വെച്ച് നമുക്കൊരു മത്തൻ പായസം. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെയ്യ്, മത്തൻ, ചൗവരി, ശർക്കര, ജീരകം പൊടിച്ചത്, ചുക്ക് പൊടിച്ചത്, ഏലക്ക, പിന്നെ ഒരു ഡയറി മിൽക്ക്. ഇത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് വേവിച്ച് ഇതിൽ ചേർക്കാം. വേകുന്നതിന് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ഇനി ശർക്കര വെള്ളമൊഴിച്ച് നമുക്ക് ഉരുക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ഇതിനോടൊപ്പം ഡയറി മിൽക്ക് കൂടെ ചേർത്ത്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ അത് വേണ്ട, അത് അത്യാവശ്യമല്ല. ഇതിൽ അലിഞ്ഞ് വരട്ടെ. അതിനുശേഷം നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നല്ലവണ്ണം തിളച്ചൊരു നൂൽപ്പരുവമായി വരും. നമുക്കിത് ഓഫ് ചെയ്ത് അരിച്ചെടുക്കാം. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ ഒരു നല്ല മണമുണ്ട് കേട്ടോ. മൂക്കിലിങ്ങനെ ഇരച്ച് കയറുന്നുണ്ട്. ആ ഒരു മണവും അതിൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം ഭയങ്കരമായിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ അതിനോട് നമുക്ക് വല്ലാത്തൊരിത്. നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ചൗവരി വേവിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് മത്തൻ ഏകദേശം വേകാറായി. ചെറിയ ക്യൂബ്സും കൂടെ ഒരു ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഇതിലിട്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ച് അതങ്ങ് വെന്തോളും. ഇനി നമുക്ക് ഈ മത്തൻ ഉടയ്ക്കാം. പകുതി മിക്സിയിൽ അടിച്ചേച്ച് ഇങ്ങനെ ഉടയ്ക്കാം. മിക്സിയിൽ അടിക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ ഉടച്ചെടുക്കാം. പക്ഷേ മിക്സിയിൽ അടിച്ചെടുത്താലുള്ള ഒരു കുഴപ്പം, ഒത്തിരി ലൂസായി പോവും. കുറച്ച് നെയ്യ് ഒഴിക്കുക. ആദ്യം നമ്മൾ നേരത്തെ ഒരു ക്യൂബ്സ് പോലെ മാറ്റില്ല, അതിനെ ഇച്ചിരി വഴട്ടിയെടുക്കാം. അതൊന്ന് നെയ്യിൽ വഴണ്ട് വരുന്ന ശേഷം ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. കിസ്മിസ് എല്ലാം ആ ഫ്ലെയിം കുറച്ച് വെക്കണം. ഇനി ഈ മത്തനെടുത്ത് നമുക്ക് നെയ്യിൽ വഴറ്റാം. ആദ്യത്തെ നെയ്യിൽ തന്നെ ഇതാകട്ടെ. കാരണം ആദ്യമേ നമ്മൾ നെയ്യ് ഒഴിക്കേണ്ട. നേരത്തെ നമ്മൾ വറുത്ത് കോരിയ നെയ്യിൽ ഇത് കുറച്ചൊന്ന് ഇതായ ശേഷം, ഒരു മണമൊക്കെ വന്ന ശേഷം നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ശർക്കര. ശർക്കര ഈ മത്തനുമായിട്ട് ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നെയ്യുടെ ഒരു നല്ലൊരു മണം നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും ഇത് നമ്മൾ അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് ഗേറ്റിൽ വരുന്ന ആൾക്ക് ഇവിടെ ഒരു അടിപൊളി പായസം ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് ഈ ചൗവരി വെച്ചിരിക്കുന്നത് കൂടെ ഇതിൽ ചേർക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നല്ലോ, നല്ല കുറുകി വന്നിട്ടുണ്ട്. കണ്ട പായസമാണല്ലോ. കുറച്ച് ലേശം ചുക്കുപൊടി
ഇടാം. വറുത്ത ജീരകമാണ്, ഇച്ചിരി ഒരു വറുത്ത ജീരകപ്പൊടി ചേർക്കാം. ഇനി ഇച്ചിരി ഏലക്കപ്പൊടി ചേർക്കാം, കുറച്ച് കിസ്മിസ് ചേർക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. നമുക്ക് നല്ലവണ്ണം കഴിക്കണമെങ്കിൽ നിറയെ അങ്ങിട്ട് കൊടുക്കാം. അതിനൊന്നും നമ്മൾ ഒട്ടും ദാക്ഷിണ്യം വേണ്ട. ഓണമാണ്, അതുകൊണ്ട് ഇഷ്ടം പോലെ ആകാം. നമുക്ക് കശുവണ്ടി ചേർക്കാം. മത്തൻ്റെ ചെറിയ ക്യൂബ്സാണ്. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇതെല്ലാം കൂടെ ഇതിലൊന്ന് മിക്സ് ആകട്ടെ. നമ്മൾ ഓണം ആയതുകൊണ്ട് ഒട്ടും കുറയ്ക്കണ്ട കേട്ടോ, നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട്, നമുക്കിത് ഓഫ് ചെയ്യാം. ഞാൻ ആ പായസത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ തേങ്ങാക്കൊത്തും ഇട്ടിട്ടില്ല, തേങ്ങാപ്പാലും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും ഇടാം, പാലും ഒഴിക്കുക. 1-2 പാലും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒന്നാമത്തെ പാല് ലാസ്റ്റിലൊന്ന് ഒഴിച്ച് ചൂടാക്കിയെടുക്കുക. കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഞാൻ ഒരു വെറൈറ്റിക്ക് തേങ്ങാപ്പാൽ ചേർത്തില്ല എന്നുള്ളൂ. നിങ്ങളത് ചേർത്താൽ അത് വളരെ രുചികരമായിരിക്കും. അതിന് വേറൊരു ടേസ്റ്റാണ്.